അങ്ങനെ നീണ്ട 15 ദിവസത്തെ വെക്കേഷൻ ഇവിടെ കൂടിയിറങ്ങുകയാണ്. എപ്പോഴത്തേം പോലെ എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ എപ്പോൾ കണ്ണുനീര് വരുന്നു അപ്പം എടുത്ത് വെക്കാൻ വേണ്ടി കൂളിംഗ് ഗ്ലാസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നല്ല നമ്മളോടാ. എന്തായാലും ഡൽഹി വരെ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. എയർപോർട്ടിലോട്ടും ഞാൻ ഒറ്റയ്ക്ക് പോകാൻ നിർത്തി. കാരണം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബിസി ആയിരിക്കും, ചെക്ക് ഇൻ പ്രൊസീജിയറും അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ അവരെ വെറുതെ അവിടെ നിർത്തി പോസ്റ്റ് ആക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങളിൽ എൻഗേജ് ആവാം, നമുക്ക് നമ്മുടേതും. എയർ ഇന്ത്യ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻസിഡൻറ്റ് നമ്മളെല്ലാവരും അറിയാനുണ്ടായിരുന്ന റീസൺ വേറെയായിരുന്നു. 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് 5 o'clock ആയിട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഈ ഡിലേ വന്നത്. അതായത് ലഗേജ് പോവേണ്ട ബെൽറ്റ് വർക്കിംഗ് അല്ലാത്തതാണ് ഇഷ്യൂ. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മുടെ ക്യൂവിൽ കട്ട പോസ്റ്റായിരുന്നു. അങ്ങനെ ആ ഡിലേ കാരണമാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ അറിഞ്ഞത്. എൻ്റെ ഫ്ലൈറ്റിന് തൊട്ട് മുമ്പുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത കുട്ടിക്ക് ഏകദേശം ഒരു 10 minute ഡിലേയിലാണ് ആൾക്ക് പുതിയൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആൾ വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടില്ല എന്നുള്ളതും 60 minute മുമ്പേ ചെക്ക് ഇൻ പ്രൊസീജിയറിന് വേണ്ടിയുള്ള കൗണ്ടർ ക്ലോസ് ചെയ്യുന്നുള്ളതും അറിയാത്തത് കൊണ്ട് തന്നെ ആൾക്ക് പുതിയൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നു ആ ഒരു സ്പോട്ടിൽ. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ലൊരു എമൗണ്ട് മിസ്സാവുകയും ചെയ്തു. എയർ ഇന്ത്യക്കാർ ആ സമയമാകുമ്പോഴത്തേക്കും ചെയ്തതോ അവരുടെ സ്റ്റാഫ് ടിക്കറ്റും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെയൊക്കെ വെച്ചിട്ട് ആ ഫ്ലൈറ്റ് അങ്ങ് ഫില്ലാക്കി. അങ്ങനെ കുറേ ടിക്കറ്റുകളുടെ പൈസ ലാഭിച്ച് എയർ ഇന്ത്യ അന്നും ഹീറോ ആയി. എന്താല്ലേ, എന്നാണാവോ ഈ എയർലൈൻസിൻ്റെ കഴുത്തറപ്പൊക്കെ ഒന്ന് നിർത്തും. കഥ എന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താണെങ്കിലും ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അതിനിടയിൽ എയർപോർട്ട് ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. 10th സ്കൂൾ ടൂറിൻ്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണുന്നത്. നിങ്ങളോ? അപ്പോൾ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ എയർപോർട്ട് വെറുതെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡിനോ ഡെബിറ്റ് കാർഡിനോ ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് വരുന്നത്. ലോഞ്ച് ആക്സസ് ഉള്ള കാർഡാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡും ലിക്കറൊക്കെ കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. എനിക്കെന്തായാലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഒന്ന് ചെക്ക് ചെയ്യാമെന്നും കൂടി കരുതി. ഈ കാണിച്ചേക്കുന്ന ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് അവർ പറയുന്ന കുറച്ച് സ്പെസിഫിക്കേഷനുള്ള കാർഡ്സിന് മാത്രമേ ലോഞ്ച് ആക്സസ് കിട്ടുള്ളൂ. അങ്ങനെ വീണ്ടും ആ സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മുടെ കയ്യിലുള്ള സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാമല്ലേ. ഇത്രയും വലിയൊരു ഡിലേ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ ചെക്ക് ഇൻ ബാഗേജിൽ പെട്ടുപോയ ഫുഡിനെ ആലോചിച്ച് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അസഹനീയമായ ആ വിശപ്പിനെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള KFCയിൽ പോയിട്ട് ഒരു ബർഗർ ഓർഡർ ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ താഴെയുള്ള 1-2 ഫുഡ് സ്പോട്ട് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് KFCയിൽ എത്തിയത്. ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന വിലവിവര പട്ടിക കണ്ടാൽ തന്നെ ആരും അങ്ങോട്ടേക്ക് അടുക്കില്ല അല്ലേ. എന്തായാലും KFCയിൽ നല്ല തിരക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് ഫൈനലി ഫ്ലൈറ്റിന് ടൈമായി. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും എനിക്ക് വിൻഡോ സൈഡ് തന്നെ കിട്ടിയത്. പക്ഷേ ഇത്തവണ ലെഫ്റ്റ് സൈഡായിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഈ ബർഗറും കഴിച്ചപ്പോഴത്തേക്കും ഞാൻ സൈഡായി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. ശരിക്കും ലാൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണൊക്കെ ഒന്ന് തുറന്നു വന്നത്. എയർ ഇന്ത്യയുടെ അടുത്ത പരീക്ഷണം കൂടി ഫേസ് ചെയ്തിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് പോകുന്നത്. ഏകദേശം അരമണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു ബാഗേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്യാബ് വിളിച്ച് റൂമിലെത്തി എഗെയിൻ സുഖമായിട്ട് കിടന്നുറങ്ങി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.